Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP പ്രകാരം ഫസ്റ്റ് സം PSC മലയാളത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കേൾക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 3 സെക്ഷനായിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് A സെക്ഷനാണ്. A സെക്ഷൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് വരിക. ഇതിലെ സീലിംഗ് മാർക്ക് വരുന്നത് 16 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനെ പരിചയപ്പെടുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് MS സ്വാമിനാഥനുമായിട്ടുള്ള അഭിമുഖത്തിൽ നിന്നാണ്. സ്വാമിനാഥൻ്റെ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ലാഭം പ്രതീക്ഷിക്കാത്ത ഒരു ട്രസ്റ്റാണ്. അതായത് ഒരു സേവനം എന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട സ്ത്രീകളുടെ വർദ്ധിച്ച തൊഴിലവസരങ്ങൾ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തുല്യവും സുസ്ഥിരവുമായ സാമൂഹ്യ വികസനത്തിനും പാരിസ്ഥിതിക സ്ഥിരതയ്ക്കും വേണ്ടിയിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഉത്തരം വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 5 തെങ്ങിലെ കപ്പൽ പാരിനെ പറ്റി തദ്ദേശീയർ പാടുന്ന പാട്ടിൻ്റെ ആശയം എന്തായിരുന്നു? ഈ ചോദ്യം വന്നിരിക്കുന്നത് കടലടിത്തട്ടിലെ മായാക്കാഴ്ചകൾ എന്ന ആത്മകഥാഭാഗത്ത് നിന്നാണ്. 5 തെങ്ങിലെ കപ്പൽ പാര് കണ്ടുപിടിച്ചത് സുക്കൂറച്ചനാണ്. എന്നാൽ അദ്ദേഹത്തിന് കൃത്രിമ ഇര ഉപയോഗിച്ച് മീൻ പിടിക്കാൻ അറിയില്ല. എന്നാൽ ഈ കപ്പൽ പാരിനെ പറ്റി കേട്ടറിഞ്ഞ തെക്ക് നിന്നുള്ളവർ വന്നിട്ട് കൃത്രിമ ഇര ഉപയോഗിച്ച് ധാരാളം ഇര പിടിച്ചു. അതാണ് ഇതിൻ്റെ ആശയമായി കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, അയാൾ ഒരു ജിന്നായിരിക്കുമെന്ന് വെറുതെ തോന്നി. എന്താണ് സന്ദർഭം? ഈ ചോദ്യം വന്നിരിക്കുന്നത് മുസഫർ അഹമ്മദിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയിൽ നിന്നാണ്. മുസഫർ അഹമ്മദും കൂട്ടുകാരും കൂടി മരുഭൂമിയിലേക്ക് സഞ്ചാരം പോകുന്ന സമയത്ത് അവരൊരു തമ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് കുറേ ഒട്ടകക്കൂട്ടം വരികയാണ്. കാരണം അവിടെ മൊത്തം ഇരുട്ടാണ്, വെളിച്ചമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആളുകളുടെ ശബ്ദവും വെളിച്ചമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് വരില്ല. പക്ഷെ അതിനുവേണ്ടി അവർ തീ കൊളുത്തിയപ്പോൾ അത് പോവുകയും ചെയ്തു. അത് കെട്ടുപോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ ആ ഒട്ടക കൂട്ടത്തിന് നടുവിലായിട്ട് ഒരു വണ്ടി വന്ന് വിലങ്ങൻ അങ്ങനെ നിന്നു. എന്നിട്ട് ഹോൺ അടിച്ച് അവയെ വിരട്ടി മറ്റൊരു പാതയിലേക്ക് നയിച്ചു. അയാളോട് നന്ദി പറയാൻ വേണ്ടി നോക്കിയ സമയത്ത് അയാൾ വന്ന പോലെ തന്നെ ഒട്ടക കൂട്ടമായിട്ട് അപ്രത്യക്ഷമായി. ഈ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ പറയുന്നത്. നാലാമത്തെ ചോദ്യം, മാണിക്കനെ കറുമ്പന് കിട്ടാനിടയായതെങ്ങനെ? ഈ ചോദ്യം വന്നിരിക്കുന്നത് മാണിക്കൻ എന്ന കഥയിൽ നിന്നാണ്. യജമാൻ്റെ വീട്ടിലുണ്ടായിരുന്ന കൊച്ചു കാളേനെ നല്ല രീതിയിൽ വളർത്തിയത് ഈ ഒരു കറുമ്പൻ എന്ന തൊഴിലാളി ആയിരുന്നു. അപ്പോൾ അവൻ ആ കാളയോടുള്ള സ്നേഹം കണ്ടിട്ടാണ് അതിന് ജനിച്ച ആ ഒരു കാളക്കുട്ടനെ നമ്മുടെ കറുമ്പന് സമ്മാനമായിട്ട് യജമാനൻ കൊടുത്തത്. അഞ്ചാമത്തെ ചോദ്യം, കാടിനെ തൊട്ട ചിലപ്പം ഞങ്ങൾക്ക് പൊള്ളും. സന്ദർഭം വ്യക്തമാക്കുക. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് കരിമ്പുലി എന്ന കഥയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വാച്ചർ ചെല്ലക്കുട്ടൻ പറഞ്ഞ വാക്കുകളാണിത്. കരിമ്പുലിയെ കറി വെച്ച ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് അവനെ നിർബന്ധിച്ച സമയത്ത് അവൻ അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. അതിനവൻ പറഞ്ഞത് അവസാന സമയത്ത് അവൻ വാച്ചറായിട്ടുള്ള കാട്ടിലെ മൃഗത്തെ കൊന്നു തിന്നാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അവൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല എന്നാണ്. അപ്പോഴാണ് ഈ ഒരു വാക്കുകൾ പറയുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ്. ആറാമത്തെ ചോദ്യം, മടിക്കുന്നതെന്തിന് ഭീമ? ആരുടെ വാക്കുകൾ? ഭീമനോട് എന്തിനു മടിക്കേണ്ട എന്നാണ് പറയുന്നത്. കല്യാണ സൗഗന്ധികം എന്ന കവിതയിൽ നിന്ന് വന്ന ചോദ്യമാണിത്. ഈ വാക്കുകൾ ഭീമൻ്റേതാണ്. ഭീമനോട് എന്തിനു മടിക്കേണ്ട എന്നാണ് പറയുന്നത്. ഹനുമാന്റെ വാലെടുത്ത് മാറ്റാൻ എന്തിനു മടിക്കുന്നു എന്ന് ഹനുമാൻ ചോദിക്കുന്നതാണ്. ഏഴാമത്തെ ചോദ്യം, നിന്നെ ലംഘിച്ചാൽ എനിക്ക് പാപമുണ്ടാകും. എന്തുകൊണ്ട്? ഈ ചോദ്യവും കല്യാണ സൗഗന്ധികം എന്ന കവിതയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമന്റെ ജ്യേഷ്ഠനാണ് ഹനുമാൻ. അപ്പോൾ ഈ ഹനുമാന്റെ കുലത്തിലാണ് അവിടെ കിടക്കുന്ന ആ ഒരു കുരങ്ങൻ പിറന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതായത് നിന്നെ ലംഘിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാപമുണ്ടാകുമെന്ന് നമ്മുടെ ഭീമൻ പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, ആന്തരാതി തൻ ദഹനാവർത്തം അവൾക്ക് ജീവിതം. ആശയം വ്യക്തമാക്കുക.
ഈ ചോദ്യം വന്നിരിക്കുന്നത് മാനസാന്തരം എന്ന കവിതയിൽ നിന്നാണ്. ഇവിടെ കൊലയാളി പറയുന്നുണ്ട്, അമ്മയുടെ വയറ്റിൽ തൻ്റെ ജീവൻ കുരുത്ത നാൾ മുതൽ അമ്മയ്ക്ക് ജീവിതം ദുഃഖഭരിതമായിരുന്നു എന്ന്. അതാണ് ഈ വരികളുടെ ആശയം. 9ാമത്തെ ചോദ്യം, വയലാറിൻ്റെ കാഴ്ചപ്പാടിൽ ലോകം ഭ്രാന്താലയമായതിന് കാരണമെന്താണ്? ഈ ചോദ്യം വന്നിരിക്കുന്നത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന ചലച്ചിത്ര ഗാനത്തിൽ നിന്നാണ്. അതായത് മനുഷ്യൻ മതങ്ങളെയും മതങ്ങൾ ദൈവങ്ങളെയും സൃഷ്ടിച്ചു. അത് പിന്നീട് മതവൈര്യത്തിലേക്ക് വളർന്നുപോയി. അങ്ങനെയാണ് വയലാറിൻ്റെ കാഴ്ചപ്പാടിൽ ലോകം ഭ്രാന്താലയമായിട്ട് മാറിയത്. ഇനി പറയാൻ പോകുന്നത് ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ്. അശുഭമംഗളകാരി എന്ന ഗാനത്തിൽ നായികയെ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഈ ചോദ്യം വന്നിരിക്കുന്നത് അറിയാലോ, അശുഭമംഗളകാരി എന്ന ചലച്ചിത്ര ഗാനത്തിൽ നിന്നാണ്. പാലക്കാട്ടെ ഗ്രാമത്തിൽ നിന്ന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെത്തിയ നായികയാണ് ശരണ്യ. ജീവിതത്തിലെ വിരസമായ ദൈനംദിന സംഭവങ്ങളാണ് ഇവിടെ പശ്ചാത്തലത്തിൽ, ഈ ഒരു ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു വണ്ട് തിന്ന പൂവൊരുത്തി, തണ്ടൊടിഞ്ഞ ചെമ്പരത്തി, മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി എന്നൊക്കെയാണ് നായികയുടെ അവസ്ഥയെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നീ തോറ്റടിഞ്ഞ ജാൻസി റാണി, പാട്ടൊഴിഞ്ഞ ആകാശവാണി, തോട്ടുവക്കത്താടി നിക്കണ കാറ്റാടി, മടി നീ അടിമുടി ഇടിഞ്ഞ കൊടുമുടി, പൊടിഞ്ഞ മെതിയടി, നനഞ്ഞ കതിന നീ, കുഴഞ്ഞ കുതിര നീ, പൊളിഞ്ഞൊരതിരു നീ എന്നിങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആ ഒരു നായികയുടെ പ്രത്യേകതകളായിട്ടാണ് കേട്ടോ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി എ സെക്ഷൻ അവസാനിച്ചു. ഇനി പറയാൻ പോകുന്നത് ബി സെക്ഷനാണ്. ഇത് ഷോർട്ട് എസ്സേ സെക്ഷനാണ്. 6 മാർക്കാണ് ഒരു ക്വസ്റ്റിന് വരിക. 24 മാർക്ക് സീലിംഗ് മാർക്കായിരിക്കും. 11ാമത്തെ ചോദ്യം, സ്വാമിനാഥൻ വാരണാസി പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ക്രോഡീകരിച്ചൊരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കുക. ഇവിടെ സ്വാമിനാഥൻ്റെ പ്രസംഗത്തിൽ വാരണാസിയിലെ പ്രസംഗത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. കൃഷിയിൽ നല്ല വിള ഉണ്ടാകണമെങ്കിൽ നല്ല ഇൻപുട്സ് വേണം. മിനറൽ വളമായാലും ജൈവവളമായാലും ചെടികൾക്ക് അത് ഒരുപോലെയാണ്. ചെടികൾക്ക് വേണ്ടത് പോഷകങ്ങളാണ്. പിന്നെ കർഷകർക്ക് അമിത വളവും കീടനാശിനിയും ഉപയോഗിക്കരുത് എന്ന ആ ഒരു ഉപദേശം, പിന്നെ ലാൻഡ് സേവിങ്ങിന്, അഗ്രികൾച്ചർ ഫോറസ്റ്റ് സേവിങ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പത്ര റിപ്പോർട്ട് രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം 12ാമത്തെ, അതിരില്ലാത്തൊരു സർപ്പക്കാടായി തോന്നി എനിക്കൻ നാടും വീടും. ഈ തോന്നലിലേക്ക് കവി എത്തിച്ചേർന്നത് എങ്ങനെ? അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് സർപ്പക്കാട് എന്ന കവിതയിൽ നിന്നാണ്. കവിയുടെ വീടിൻ്റെ തൊടികയിലാണ് ഈ സർപ്പക്കാടുള്ളത്. ഈ സർപ്പക്കാടിനെ കുറിച്ചുള്ള പഴങ്കഥകളൊക്കെ കവിക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശിയുടെ കഥകളിലൂടെ പടർന്നിട്ടുള്ള ഇരുട്ടിലൂടെ നടക്കുന്ന സമയത്ത് വീടും നാടും അതിരില്ലാത്തൊരു സർപ്പക്കാടായിട്ട് കവിക്ക് തോന്നുകയാണ്. ഇത്രമാത്രം എഴുതി വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. നിങ്ങൾ ഒരു പുറമെങ്കിലും അത് എഴുതണം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നിങ്ങൾ അത് കുറച്ചുകൂടി വിശദീകരിച്ച് വേണം എഴുതാനായിട്ട്, അതിൻ്റെ ആസ്വാദനമൊക്കെ കൂട്ടിച്ചേർത്തിട്ട്. പക്ഷേ പ്രധാന ആശയം ഇത് വരണമെന്ന് മാത്രം. 13ാമത്തെ ചോദ്യം, ഓപ്പൺ ഹെയ്മറുമായി അഭിമുഖം നടത്താൻ അവസരം കിട്ടിയെന്നിരിക്കട്ടെ, അതിനായി കുറഞ്ഞത് 6 ചോദ്യങ്ങളുള്ള ഒരു ചോദ്യാവലി തയ്യാറാക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതേണ്ടതാണ്. ഓപ്പൺ ഹെയ്മർ എന്ന ആ ഒരു വലിയ വ്യക്തി, അദ്ദേഹം ആറ്റം ബോംബ് ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ, എങ്ങനെയാണ് അദ്ദേഹം അതിലേക്ക് എത്തിപ്പെട്ടത്, അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ഒരു 6 എണ്ണമാണ് അതിൽ എഴുതേണ്ടത്. 14ാമത്തെ ചോദ്യം, കരിമ്പുലി എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ കഥയുടെ ആസ്വാദനക്കുറിപ്പ് ഞാൻ ഓൾറെഡി അത് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കഥ വായിച്ചിട്ട് അതിൻ്റെ ആശയം നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ആസ്വാദനക്കുറിപ്പ് എഴുതാനായിട്ട്. ഇനി പറയാൻ പോകുന്നത് ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ്. ട്രാൻസ്ജെൻഡർ ജീവിതം ആവിഷ്കരിക്കുന്നതിൽ കൂവാകം എന്ന നാടകം എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുക. കൂവാകം എന്ന നാടകത്തിൽ നിന്ന് വന്ന ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായത്, ചെറുപ്പം മുതൽ അയാൾക്ക് തോന്നിയ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു, ട്രാൻസ്ജെൻഡറുകളുടെ ആ ഒരു പുരാണ കഥ എന്തായിരുന്നു എന്നൊക്കെ വെച്ചിട്ട് വേണം ഇത് എഴുതാനായിട്ട്. ഓക്കെ, ഇതോടുകൂടി ബി സെക്ഷൻ അവസാനിച്ചു. ഇനിയുള്ളത് എസ് എ സെക്ഷൻ ആണ്. അത് 10 മാർക്കാണ് ഒരു ക്വസ്റ്റിന്. 2 ചോയ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 16ാമത്തെ ചോദ്യം മുതലാണ് എസ് എ തുടങ്ങുന്നത്. അന്ധവിശ്വാസത്തിൽ നിന്ന് ശാസ്ത്രബോധത്തിലേക്ക് സഞ്ചരിച്ച മനുഷ്യരാണ് സർപ്പക്കാടിലെങ്കിൽ തിരിച്ചു നടക്കുന്ന മനുഷ്യരെയാണ് തട്ടുംപുറത്തപ്പനിൽ കാണുക. 2 രചനകളെയും വിശകലനം ചെയ്ത് ഈ പ്രസ്താവനയുടെ സാങ്കത്യം പരിശോധിക്കുക.
ഇതിലിപ്പോൾ സാങ്കത്യം പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണാവോ എന്നൊന്നും വിചാരിക്കണ്ട. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ 2 ചാപ്റ്റേഴ്സും ഇല്ല, ഇതിൻ്റെ ആശയം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതെങ്ങനെയാണ്, ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് എങ്ങനെയാണ് ഇത് മാച്ച് ആവുന്നത് എന്നുമായി ബന്ധപ്പെടുത്തി വേണം എഴുതാനായിട്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സർപ്പക്കാട് എന്ന കവിതയിൽ കവി അന്ധവിശ്വാസത്തിൽ നിന്നും പുറത്തു കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് അങ്ങനെ ഒരു സർപ്പക്കാട് ഇല്ല എന്നുള്ള രീതിയിലേക്ക് അതെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ ഒരു തോട്ടമാക്കി മാറ്റിയാണ് നമ്മുടെ കവി. എന്നാൽ തട്ടുംപുറത്തപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോർട്ട് ഫിലിമിൽ ഒളിച്ചിരിക്കുന്ന ഒരു കള്ളൻ അതൊരു ദൈവമായിട്ട് വിശ്വസിക്കുകയും പിന്നീട് അതൊരു അന്ധവിശ്വാസത്തിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു കഥയാണ്. ഈ 2 ആശയങ്ങളും ചേർത്ത് വെച്ച് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മിണ്ടാപ്പെണ്ണിൽ നിന്ന് ശക്തിയുള്ള പെണ്ണിലേക്കുള്ള കുഞ്ഞിലക്ഷ്മിയുടെ വളർച്ച ആഖ്യാനം ചെയ്യുന്നതിൽ ഉറൂബ് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുക. മിണ്ടാപ്പെണ്ണ് എന്ന നോവലിൽ കുഞ്ഞിലക്ഷ്മി എന്ന കഥാപാത്രത്തിൻ്റെ മനസ്സ് ചിത്രീകരിക്കുന്നതിൽ ഉറൂബ് പ്രത്യേകം അഭിനന്ദനാർഹമാണ്. വിദ്യാഭ്യാസവും നഗര ജീവിതവുമല്ല, സ്ത്രീത്വത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് മനസ്സിൻ്റെ നന്മയാണ്. അതാണ് പ്രധാനം. ഇവിടെ പരിഷ്കാരം തോറ്റുപോകുമ്പോൾ മനസ്സിന് നന്മ വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞിലക്ഷ്മി വളരുന്നതിനനുസരിച്ച് അവളുടെ മനസ്സിൽ നന്മയും വളർന്നു കഴിഞ്ഞു. അങ്ങനെ അവസാന വിജയം കുഞ്ഞിലക്ഷ്മിക്ക് തന്നെ ആയിരുന്നു. ഈ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങളിതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഒരു 2 പുറമെങ്കിലും നിങ്ങൾ എഴുതേണ്ടി വരും. അതായത് ഒരു പേജിൻ്റെ 2 പുറം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ എസ്സേൻ്റെ ആൻസർ എഴുതേണ്ടത്. ഇതോടുകൂടി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി എല്ലാവരും വീട്ടിലിരുന്നിട്ട് ടെക്സ്റ്റ് നന്നായി വായിക്കുക, ആശയം മനസ്സിലാക്കി വെക്കുക. ഇത്രയും മതി. ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം എസ്സേ എഴുതാൻ നോക്കുക. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു ടിപ്പാണ്, അത് മനസ്സിൽ വെച്ചോളൂ. എല്ലാവരും അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം നന്നായിട്ട് എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.